ഗ്യാങ്ങിനെ എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്, ഒരാൾക്ക് വേണ്ടി മാത്രം ഇതാകുന്നല്ല. പിന്നെ നിങ്ങൾ എല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് ആൾക്കാർ എന്താ ഇതാക്കുക, നിങ്ങൾ എല്ലാവരും അങ്ങനത്തെ ആൾക്കാരെന്നാ പറയാ. ഒരു തെറ്റോ ചെയ്ത ഇവൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. ഇവൻ പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇവിടെ ഒരു തെറ്റോ ചെയ്തതിന് നമ്മൾ കൂട്ട് നിൽക്കല്ല വേണ്ടത്. നമ്മുടെ ടീമാണ്, ശരിയാണ്, ഗ്യാങ്ങാണ്, ഫാമിലി പോലെ കഴിയുന്നത്. പക്ഷെ ഒരു തെറ്റ് ഒരാളെ കൊന്നിട്ട് ഞാൻ പറയുന്നത് കൂടെ നിൽക്കണോ? ഇല്ല, അങ്ങനെ നിൽക്കരുത്. അങ്ങനെയല്ല ഇതങ്ങനല്ല. കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റല്ല, കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റല്ല, കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ട്. ഒരു മിനിറ്റ്, കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ട്. ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടെ നിൽക്കാൻ പറ്റുമോ? ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ഇല്ല, എല്ലാം അങ്ങനെ പറ്റുന്ന ഇതല്ല. പിന്നെ നീ എന്ത് വിചാരിച്ചിട്ട് ഇത് പറഞ്ഞത്? നിക്ക് എല്ലാരും കൂടെ പിന്നെ എന്ത് വിചാരിച്ചിട്ടാ പറഞ്ഞത്? ഞാൻ ഇത് കേട്ടത് സത്യം വിചാരിച്ചു. മൂക്കുന്നല്ലോ വരുന്ന ഒന്നാമത്തത് ഇല്ലാത്തതാണ്. ഇപ്പോഴാണ് ഇവരടക്കം അറിയുന്നതൊക്കെ സംഭവം ഇല്ലാത്തതാണ് എന്നുള്ളത്. ഇല്ലാത്താന്ന് പറഞ്ഞാലോ ഓനവിടെ പോയി പറഞ്ഞോ? ഓൻ പറഞ്ഞ തമാശക്ക് ആയിക്കോട്ടെ, സീരിയസ് ആയിക്കോട്ടെ, നടന്നതായിക്കോട്ടെ, നടക്കാത്തതായിക്കോട്ടെ, ഓൻ പോയി പറഞ്ഞോ? അത് ആൾക്കാർ കേട്ടോ? ഗ്യാങ്ങിനെ എല്ലാരെയും ബാധിച്ചോ? അത്രേ ഉള്ളൂ. ഇല്ലടാ, പുറത്താക്കാൻ ഞാൻ പറയില്ല, പക്ഷെ നീ ചെയ്തത് വലിയ തെറ്റാ. പുറത്താക്കണോ വേണ്ടെന്നുള്ളത് ഞാനല്ല പറയേണ്ടത്, അത് ആൾക്കാർ പറയണ്ട. പുറത്താക്കണോ വേണ്ടെന്ന് ഞാൻ പറയൂല. പക്ഷെ നീ ഒരാളെ കൊന്നിട്ട് വന്നാലും നമുക്ക് എല്ലാവർക്കും ഒപ്പരം നിൽക്കാൻ പറ്റില്ല. സൊസൈറ്റിനെ നമ്മൾ നോക്കാം, അങ്ങനെ കൂടെ നിൽക്കാൻ പറ്റൂല. എല്ലാ കാര്യവും അങ്ങനെ കൂടെ നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയല്ലോ. തമാശക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് കൂടെ നിൽക്കാം. നമ്മൾ തുണിയൂരി കളിക്കലുണ്ട്, അതിൽ തമാശയിൽ പെടുന്ന. ഇതങ്ങനെ തമാശയിൽ പോകുന്ന ഒരു കാര്യമല്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവൻ ഒരാളെ കൊന്നിട്ട് വന്നാലും നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും. അതിങ്ങനെ ഇതാവും, പോസിബിൾ ആവും. നമ്മൾ 5 പേര് മാത്രമല്ലല്ലോ, നമ്മള് സൊസൈറ്റിനോട് പ്രതിബദ്ധതയുള്ള ആൾക്കാരല്ലടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സൊസൈറ്റിനോട് പ്രതിബദ്ധത ഉള്ള ആള് ആടെ ഇവ ഇത് പറയുമ്പോ നോക്കി നിൽക്കല്ലേ ചെയ്തത്? എന്റെ ഭാഗത്തുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പകുതി തെറ്റി എന്റെ ഇല്ല, പകുതി അല്ല, അതിന്റെ മുകളിൽ എന്റെ ഇല്ല. ഞാൻ കേട്ടിരുന്നില്ല. അവിടെ 1.5 മണിക്കൂർ ഈ ബുദ്ധി ഇല്ലാത്ത ഐഡി ചെറുക്കനാണെന്ന് പറയുന്നത് കേട്ടിരുന്നത്. 10 മിനിറ്റ് അത് ആടെ അപ്പൊ പറഞ്ഞിട്ട് ക്യാമറ അങ്ങനത്തെ ഒരു ചവിട്ടി വിടണായിരുന്നു. ആ ക്യാമറ നിങ്ങൾ ചവിട്ടി വിടണായിരുന്നു. 10 മിനിറ്റ് എന്റെ മൈൻഡ് വേറെ അടുത്തേക്ക് പോയി. ആ ടൈമിൽ ഇത് സംഭവിച്ചു. അങ്ങനെ നോക്കാനാണെങ്കിൽ അല്ല, ഈ ഇന്റർവ്യൂ ചെയ്ത അവള് ഇവരുടെ മീഡിയ, വെറൈറ്റി മീഡിയ, ഇവർക്ക് എല്ലാവരും അത് തെറ്റ് വരുന്നുണ്ട്. കിക്കുന്ന ആൾക്കാർ എല്ലാരും കിക്കുന്ന പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം? ബാക്ക് ടു എഡ്യൂക്കേഷൻ. അതാ ഞാൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ല ഞാൻ പറയുന്നത് കേൾക്കും. മമ്മു, എന്തായാലും നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, അതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഒരു തുണി കൊടുത്ത കയ്യിൽ എന്റെ മേത്തല്ലാവും ഇത്. ഈ വൃത്തിയില്ലാത്ത ജീവി. നാറി, ഞാൻ പറയുന്നത് കേൾക്കണം അങ്ങോട്ട്. ഞാൻ പറയുന്നത് കേൾക്ക്. എന്തായാലും ഇവിടുന്ന് പോവുക. കുറച്ചു കാലം ഞാൻ പറയുന്നത് കേൾക്ക്. കുറച്ചു കാലം ബോർഡിങ്ങിലോ അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കുക. എന്തെങ്കിലും കൗൺസിലിംഗ് ഇതെല്ലാം അവർ പറയുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഇത് പോയിട്ട് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്, വിവരമില്ലാത്തതിന്റെ പ്രശ്നമാണ്. നിന്നോട് നമുക്ക് സ്കൂളിലൊന്നും പോകണ്ട, ബോർഡിങ്ങിൽ ഞാൻ കൊണ്ടാക്കി തരാം. ഞാൻ ചിലവെല്ലാം നോക്കിക്കോളാം. കുറച്ചു കാലം ഒറ്റക്കൊന്നല്ല, അവിടെ ആൾക്കാരുണ്ടാവും. അവിടെ കുറച്ചു കാലം പോയി നിന്നാ ഒന്ന് ഇതാവും, ഒന്ന് മെച്യൂർഡ് ആയിട്ട് നിനക്ക് തിരിച്ചു വരാം. ഇങ്ങനെ നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ പറയാൻ പോനെ ഇത് വെറുതെ ഇതാക്കാൻ കഴിയില്ലടാ. നീ ആലോചിച്ച് നോക്കിയാ മമ്മു, നീ ആലോചിച്ച് നോക്ക്. പണ്ടത്തെ പോലെ ആണോ ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോൾ ചെറിയ ഇത്രയുള്ള മുട്ട പൈതല് 5 വയസ്സുള്ള ചെക്കൻ മുതൽ 70 വയസ്സുള്ള ഉമ്മാമ്മമാർ വരെ നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ട് അല്ലെ? അങ്ങനെ ഒരു ആൾക്കാരുടെ മുന്നിൽ ആൾക്കാരെല്ലാം കാണുന്ന സ്ഥലത്ത് അവരെല്ലാരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താടാ? ഇത് നീ എന്താണ് അവിടെ പോയി പറഞ്ഞത്? നശിപ്പിച്ചില്ലടാ നീ. ഇല്ലടാ, എനക്ക് ഒരു ഇതൊന്നും അല്ലല്ല ഇത് അല്ല അശ്വിനേട്ടൻ പറഞ്ഞ ഇതിനല്ല, പുറത്താക്കാം. ഓർഗ തീരുമാനിച്ചു പുറത്താക്കാൻ പറഞ്ഞു.
മീൻസ് പുറത്താക്കാൻ പറഞ്ഞു, മീൻസ് എന്നോട് പറഞ്ഞു അൾട്ടിമേറ്റ്ലി എനിക്ക് തീരുമാനം എടുക്കാം. പക്ഷേ ഓഡിയൻസിൻ്റെ ഇത് നോക്കിയിട്ട് തീരുമാനം എടുക്കാം. നിനക്ക് വിട്ടു തന്നു? എനിക്ക് വിട്ടാന്നല്ല, ഓഡിയൻസിന് വിട്ടുകൊടുത്തു. അതായത് ഓഡിയൻസ് പുറത്താക്കാൻ പറഞ്ഞാൽ പുറത്താക്കണം, അല്ലെങ്കിൽ പുറത്താക്കണ്ട. അങ്ങനെ കൺസിഡർ ഹിസ് ഏജ്, ദ ഏജ് ഓഫ് 17 ഓൾ ദ ബോയ്സ് ഗോട്ട് ക്യൂരിയോസിറ്റി. ഈ റിയാക്ട് ചെയ്ത ആൾക്കാർ പോലും പലതും കാട്ടിക്കാണും ആ ഏജിൽ. ഹി അക്സെപ്റ്റ് ഹിസ് മിസ്റ്റേക്ക്, ഗിവ് ചാൻസ്. നീ എന്ത് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയതാ? എനിക്ക് പറഞ്ഞതിലോ ചെയ്ത് എനിക്ക് ഇവന് ഇംഗ്ലീഷും അറിയില്ലല്ലോ. പറഞ്ഞില്ലേ ആ പറഞ്ഞതില് നിനക്ക് ദുഃഖമുണ്ടോ, സങ്കടം ഉണ്ടോ, മാപ്പ് പറയുന്നുണ്ടോ ആൾക്കാരോട്? ശരിക്കും അങ്ങനെ സംഭവം ഇല്ലല്ലോ. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞത്. പക്ഷെ ഇത് ഇത്രയും ഇങ്ങനെ ആവുക ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പറ, ബാക്കി ആൾക്കാരെ ഒപ്പീനിയൻ പറ. മെമ്പേഴ്സ് തൊട്ട് കുറെ ഇവിടെ മുട്ടുകുറ്റി ഒതുങ്ങിയ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊന്നും ഒരു അഭിപ്രായം ഇല്ലേ? ഇതെന്തോ ഇത് ഞാൻ ഇവനെ പുറത്താക്കുന്ന പോലെ എന്നുള്ളത്, ഇത് ഞാൻ തീരുമാനം എടുക്കുന്ന പോലെ ഉള്ളത്. നിങ്ങൾക്കൊന്നും ഒപ്പീനിയൻ ഇല്ലേ? നിങ്ങൾ എന്താ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? നീ എന്താ സപ്പോർട്ട് ചെയ്യുന്നു? മുനോ കൊറേ വാണിങ് ഞാൻ കൊടുത്തതാ ഇവന്, ഞാൻ കൊറേ വാണിങ് ഞാൻ കൊടുത്തതാ. കുത്തി കുത്തി ചോദിച്ചപ്പോ കണ്ടന്റ് എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, വെറൈറ്റി മീഡിയയിൽ തെറ്റുണ്ട്, എല്ലാവരും തെറ്റുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഓഡിയൻസ് പറയുന്ന പോലെ ചെയ്യാം. ഇല്ലടാ, അങ്ങനെ ഇത് വിട്ടുകൊടുക്കാൻ എന്തായാലും ഞാൻ പറയൂല. അവനെ ഇനി ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരാതിരുന്നാൽ മതി. അതായത് ഇവന്റെ ഇതില്ലേ, അതായത് MRC പുറത്താക്കിയിട്ട് ഇവനിവിടെ നിന്നോട്ടെ, പക്ഷെ നമ്മളെ കണ്ടന്റിലോ ക്യാമറയിലോ ഇവൻ വരണ്ട, അങ്ങനെയെന്ന് പറയുന്ന ഒരാള്. അങ്ങനെയാണോ? കാരണം ഇവന് നമുക്ക് ഇവനോട് സ്നേഹം ഇല്ലാത്തോണ്ടല്ല, ഇതൊരു ഇഷ്യൂ വന്നാൽ നമ്മൾ അതിനനുസരിച്ച് വേണം നോക്കി ചെയ്യാണ്ട്. നമുക്ക് ഇത് ആർക്കും അഭിപ്രായങ്ങളില്ല, അതാ പ്രശ്നം. ഒരാളെ കൊന്നിട്ട് വന്നാൽ നമ്മൾ സ്വീകരിക്കുന്നത്. നീ 10 പ്രാവശ്യം പറഞ്ഞു പോയാ, ഇത് ബാക്കിയുള്ള ആൾക്കാർക്ക് അഭിപ്രായം. ഈ 2 പുട്ടുവിഴുങ്ങികള് അതാ മഹേഷ് പി പറയുന്ന പാവമല്ലേ കിക്ക് ചെയ്യുമോ? അപ്പൊ അതിന്റെ അർത്ഥം പാവല്ലേ എന്ന് പറയുന്നുണ്ട്, കിക്ക് ചെയ്യാനും നീ പറയുന്നുണ്ട്. അപ്പൊ ഏതാണ് നിന്റെ തൊപ്പി? നീഡ് ആക്ഷൻ, വി ഹാവ് ഓൾ സിസ്റ്റേഴ്സ്, ഷോ യുവർ മെച്യൂരിറ്റി. അതിൽ അത്രേ ഉള്ളൂ കാര്യം. ഇല്ല, നമുക്ക് എല്ലാവർക്കും അങ്ങന്മാരുള്ളതാ. ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തീരുമാനം എടുത്തു കഴിഞ്ഞാ, തീരുമാനം ഓൾറെഡി എടുത്തതാ. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഓഡിയൻസിനോട് കൂടി ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചതാ. അപ്പം ഗൈസ്, ഒഫീഷ്യലി മമ്മൂനെ നല്ല ഒരു ദർസിൽ ചേർത്തു ആസ് പണിഷ്മെന്റ്. ദർസിൽ ചേർത്ത പണിഷ്മെന്റ് അത് നമുക്ക് ചെയ്യാം. അല്ല, ഇത് കഴിഞ്ഞിട്ട് ഇവനെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവനെ MRC പുറത്താക്കി ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ വെറുതെ റോഡിൽ ഇറക്കി വിടാൻ കഴിയില്ല. കാരണം അടുത്ത ഇത് ഒപ്പിക്കും, മനസ്സിലാവും. എന്തായാലും ദർസിലോ അല്ലെങ്കിൽ ഒരു ബോർഡിംഗ് സ്കൂളിലോ ഞാൻ ഇവനാക്കും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ പണിഷ്മെന്റിന്റെ കാര്യം, പണിഷ്മെന്റ് ആയിട്ട് ഇവന്റെ ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയാം, അല്ലല്ല, ഇവന് ഇത് ആർക്കറിയാം. ഇത് ആക്ടിങ് ആണെങ്കിൽ ഇവന്റെ ആക്ടിങ് ആണെങ്കിൽ നീ ആക്ടിങ് അല്ലാന്ന് തെളിയിക്കുക. അങ്ങനെ എനിക്ക് വിശ്വാസമാണോ? ഇവൻ വെറുതെ ഇതാക്കുന്നതാണെങ്കിൽ പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. നാളെ ഇവൻ ഇതിലും വലുത് ചെയ്ത് എന്ത് ചെയ്യും? നല്ല ഇവൻ ഒരിക്കലും മറക്കാത്ത പണിഷ്മെന്റിന് കൊടുക്കും. ഇവന്റെ ചാനൽ നമുക്കില്ലേ ഡിലീറ്റ് ചെയ്യാം. ഇവന്റെ യൂട്യൂബ് ചാനല് 100K കഴിഞ്ഞിട്ട് 100K കഴിഞ്ഞിട്ട് പ്ലേ ബട്ടണ് അപ്ലൈ ചെയ്ത ചാനലാണ്. ആ പ്ലേ ബട്ടന്റെ അപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് ചാനൽ ഡിലീറ്റ് ചെയ്യാം. എന്താ പറയുന്നത്? ഇവന്റെ കൺമുന്നിൽ തന്നെ ഡിലീറ്റ് ചെയ്യാം. അതാണ് ഇവനക്കുള്ള പണിഷ്മെന്റ്. എന്താ നിന്റെ അഭിപ്രായം? നിന്റെ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പോയോ? വക്കീല് പറ. വക്കീൽ എന്താ പറയുന്നത് നോക്കട്ടെ. ആ വക്കീല് പറ. അവൻ തെറ്റ് ചെയ്ത് അവനത് അഡ്മിറ്റ് ചെയ്ത് അവൻ അറിയാൻ അവൻ പറഞ്ഞു പോയി, അവൻ ഉദ്ദേശിച്ചത് അവൻ ഫണ്ടിന് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ. മനസ്സിലായോ? മോനെ ഞാൻ ശരിയാണ്, സൊസൈറ്റിയിൽ അവൻ ചെയ്ത തെറ്റാണ്. ഗേൾസിന് അവനെതിരെ അല്ലെങ്കിൽ ആ സ്ത്രീത്വത്തിനെതിരായിട്ട് അവൻ സംസാരിച്ചത് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട്. പക്ഷെ ഒരാളെ അവന്റെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചു പോയി.